കോട്ടയം ചുങ്കം മെഡിക്കൽ കോളേജ് ബൈപ്പാസിൽ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം വീണു. വണ്ടിയിൽ ഉണ്ടായിരുന്ന യാത്രക്കാരും ഡ്രൈവറും രക്ഷപ്പെട്ടു. ചുങ്കം പാലത്തിന് സമീപം നിന്ന കൂറ്റൻ വാഗമരമാണ് കടപുഴകി വീണത്. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കാൻ ശ്രമം തുടരുകയാണ്. ഗോകുൽ രമേശ് ചേരുന്നു വിവരങ്ങളുമായി. ഗോകുൽ, മരം വീണ് അവിടെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു. ഏതായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാത്തത് തന്നെ വലിയ കാര്യം. എപ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി, ഇന്ന് പുലർച്ചെ 7 മണിയോട് കൂടിയിട്ടായിരുന്നു ഈ ഒരു അപകടം സംഭവിക്കുകയുണ്ടായത്. ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നു ഈ ഭാഗത്ത്. അതുമൂലം ഈ റോഡ് സൈഡിൽ വശത്ത് നിന്നിരുന്ന വലിയ വാഗമരം നിലം പതിക്കുകയായിരുന്നു. ഈ മരം വന്ന് വീണത് ഒരു ഓട്ടോറിക്ഷയുടെ മുകളിലേക്കാണ്. ഭാഗ്യത്തിന് ആർക്കും ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. ഈ മരം വീണ ഉടൻ തന്നെ ഓട്ടോയിലുണ്ടായിരുന്ന യാത്രക്കാരും ഡ്രൈവറും പെട്ടെന്ന് ഇറങ്ങി ഓടി മാറിയത് കൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവായിട്ടുണ്ട്. എന്തായാലും ഓട്ടോറിക്ഷ പൂർണ്ണമായിട്ടും തകരുകയും ചെയ്തിട്ടുണ്ട്. ഈ ചുങ്കം മെഡിക്കൽ കോളേജ് ബൈപ്പാസിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. ഈ വലിയ വാഗമരമാണ് റോഡിലേക്ക് പതിക്കുകയുണ്ടായത്. ഇതുമൂലം ആ റോഡിൽ, പ്രധാന റോഡാണ്, മെഡിക്കൽ കോളേജിലേക്കുള്ള പ്രധാന പാത കൂടിയിട്ടാണ്. ആ പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഫയർഫോഴ്സ് എത്തി ഇപ്പോൾ എന്തായാലും മരം പൂർണ്ണമായിട്ട് മുറിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും രാവിലെ മുതൽ തന്നെ ജില്ലയിൽ പലയിടത്തും ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴയുണ്ട്. അതോടൊപ്പം തന്നെ കാറ്റും അനുഭവപ്പെടുന്നുണ്ട്. നദികളിലൊക്കെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും വലിയ നാശനഷ്ടങ്ങൾ, ഇത്തരത്തിൽ മരം വീണ് ചിലയിടങ്ങളിൽ ചെറിയ ഗതാഗത തടസ്സങ്ങൾ അടക്കമുണ്ടായതല്ലാതെ വലിയ നാശനഷ്ടങ്ങളിലേക്ക് എന്തായാലും ഇതുവരെ കാര്യങ്ങൾ എത്തിയിട്ടില്ല. എങ്കിൽ പോലും ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾക്ക് കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. ലക്ഷ്മി.